നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലെ ക്രെഡിറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കമില്ല എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. VD സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ സോൾജർ മാത്രം എന്നായിരുന്നു മറുപടി. വോട്ടെടുപ്പിന് പിന്നാലെ LDFൽ അനൈക്യവും ആശയക്കുഴപ്പവുമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ക്രെഡിറ്റിനെ കുറിച്ച് ഒരു തർക്കവുമില്ല. ഇന്നത്തെ യോഗം ഇത് ടീം വർക്കിന് കിട്ടിയ ഒരു അംഗീകാരമാണ്, പ്രവർത്തകർക്ക് കിട്ടിയ അംഗീകാരമാണ്. അതിനെയാണ് ഞങ്ങൾ നന്ദിയോടെ ഇന്നത്തെ യോഗത്തിൽ റെക്കോർഡ് ചെയ്തത്. LDFന്റെ ജനവിരുദ്ധ നയങ്ങളെ എതിർക്കുന്ന ആർക്കും വ്യക്തവും ശക്തവുമായ നിലപാടെടുക്കാം, തക്ക സമയത്ത് ഉചിതമായ നിലപാടെടുക്കാം. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ബിനിൽ, ഓരോ നേതാക്കൾക്കും ഓരോ പദവി കൊടുക്കണം. ആരാണ് സോൾജർ, ആരാണ് മേജർ, ആരാണ് ക്യാപ്റ്റൻ? ഇത് വലിയ തർക്കത്തിലേക്ക്, ജയിച്ചു നിൽക്കുമ്പോൾ പോലും ഒരു തർക്കമുണ്ടാക്കുകയാണോ നേതാക്കൾ? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അതിനിടെയാണ് വീണ്ടും കോൺഗ്രസ് നേതാക്കളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ആരാണ് ഈ നിലമ്പൂർ വിജയത്തിന് ക്രെഡിറ്റ്, ആർക്കാണ് തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. നിലമ്പൂരിൽ നമുക്കറിയാം UDF വലിയ വിജയമാണ് നേടിയത്. 11,000-ലധികം ഭൂരിപക്ഷം UDFിനുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രത്യേകിച്ച് നിലമ്പൂരിൽ VD സതീശൻ സ്വീകരിച്ച നിലപാട്. അദ്ദേഹം പറഞ്ഞത് അവിടെ കൃത്യമായി മുന്നോട്ട് പോകും, അല്ലെങ്കിൽ VD സതീശന്റെ കൃത്യമായ നിലപാട് എന്നുള്ളതായിരുന്നു PB എന്ന വിഷയത്തിൽ അടക്കം ഉണ്ടായിരുന്നത്. അതിനുശേഷം ചില പത്രങ്ങളിലൊക്കെ ക്യാപ്റ്റൻ തരത്തിൽ വന്നു, നവമാധ്യമങ്ങളിൽ ക്യാപ്റ്റൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചു. ഇതാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം തന്നെ ആരും ഈ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം VD സതീശന്റെ പ്രതികരണം വന്നിരുന്നു. അദ്ദേഹം ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ രമേശ് ചെന്നിത്തല മേജർ ആണ് എന്നാണ് VD സതീശൻ പറഞ്ഞത്. തുടർന്നാണ് അത്തരത്തിൽ ക്രെഡിറ്റിന്റെ ഒരു പ്രശ്നം കോൺഗ്രസ് ഇപ്പോൾ ഇല്ല എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പദവി ഏതാണെന്ന് ചോദിച്ചപ്പോൾ താനൊരു പട്ടാളക്കാരൻ മാത്രമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അതിനിടെയാണ് ഇത്തരത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആരാകണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ഉടൻ വരും. അപ്പൊ അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം തർക്കങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. എന്തായാലും നിലവിൽ പറയുന്നത് ക്രെഡിറ്റിനെ ചൊല്ലി ഒരു തർക്കമില്ല, മാത്രമല്ല UDF ഐക്യത്തോടെ പ്രവർത്തിച്ചു. അതിന്റെ ഒരു റിസൾട്ടാണ്, ഒരു ഫലമാണ് നിലവിൽ കണ്ടതെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. ശരി ബിന്നിൽ.